ഇന്നലെ രാത്രി ഒരു 1:30 മണിയോടുകൂടിയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. ഞാൻ അപ്പോൾ തന്നെ ഡെപ്യൂട്ടി മേയർ ദീപക് എന്നെ വിളിച്ച് പറയുകയായിരുന്നു. ദീപകിനോട് പറഞ്ഞു, ഉടനെ തന്നെ സ്പോട്ടിലോട്ട് വരാൻ പറഞ്ഞു. ദീപക് ഇവിടെ രാവിലെ 4 മണി വരെ ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടറെയും ആ സമയത്ത് തന്നെ വിളിച്ചിരുന്നു. കൂടുതൽ ഫയർഫോഴ്സ് 8 യൂണിറ്റ് ഫയർഫോഴ്സ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അപകടങ്ങളിലേക്ക് പോവാതെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കൂട്ടിയിരിക്കുന്ന വേസ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആക്ഷേപം പറഞ്ഞു. പക്ഷേ കത്ത് പിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. കത്ത് പിടിച്ചത് ഇത്രയും ഈ അപകടം ഇത്രയായിട്ട് കുറഞ്ഞത് തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഒരുപാട് ഈ ക്രിസ്മസ് സീസണായിരുന്നു, ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണിത്. അവർക്കൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത, ആർക്കും ആളഭയമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് നിയന്ത്രിക്കാൻ സാധിച്ചത് നമുക്കൊക്കെ കിട്ടുന്നൊരു വാണിംഗ് ആണ്. ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് ആലോചിച്ച് ചെയ്യേണ്ടിയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. പോലീസ് കേസ് അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കാം. അതിന് എന്താണെന്നുള്ള നടപടികൾ ഉണ്ടാവും. സുരക്ഷാ വീഴ്ച ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? കാരണം കളക്ടറടക്കം പറഞ്ഞത് മേജർ ബസാലടക്കം ഉണ്ടായപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നോട്ടീസ് അടക്കം നൽകിയിരുന്നതാണ്. അവർക്ക് വേണ്ട എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നതാണ്. പക്ഷേ ആ രീതിയിലുള്ള നടപടികളൊന്നും അവർ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി സെക്രട്ടറിയോട് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറിയും വന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും എന്തൊക്കെയാണെന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അതെന്താണെന്ന് നോക്കിയിട്ട് പരിശോധിച്ചിട്ട് പറയാം.